ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി മാറ്റി വയ്ക്കാം. 5 സവാള, കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 2 തക്കാളി, 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുത്ത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കുറച്ച് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കും. ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, ഇത്രയും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി പച്ചച്ചവ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്, വറുത്തെടുത്ത അരപ്പ് ചേർക്കണം. അതിനു മുമ്പ് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, അരപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകാണ്. ആവശ്യത്തിന് ഉപ്പും നേരത്തെ അരച്ചെടുത്ത അരപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തുറന്നു വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ വിതറി കൊടുക്കാം.